ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ആണ്, BRM. ഫിഫ്ത്ത് സെമസ്റ്ററിലെ കോർ സബ്ജക്റ്റിലെ വൺ ഓഫ് ദ സബ്ജക്റ്റാണ് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്. ഈ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് പ്രധാനമായിട്ടും ഫിഫ്ത്ത് സെമസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ട്, സിക്സ്ത് സെമസ്റ്ററിൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റ് എന്ന സബ്ജക്റ്റിൻ്റെ ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്. ഈ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന സബ്ജക്റ്റ് പഠിക്കുന്നത് വഴി എന്ത് ചെയ്യാം, ഈ പ്രൊജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും. അതിലെ ഓരോ കാര്യങ്ങളും അതിൻ്റെ തിയററ്റിക്കൽ വശമാണ് ഈ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൽ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിനെ ഈ പേപ്പറിനെ 5 മൊഡ്യൂളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ചാപ്റ്റർ 1 ബിസിനസ് റിസർച്ച്. ഈ ബിസിനസ് റിസർച്ചിലെ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്താണ് റിസർച്ച്, ആ റിസർച്ചിൻ്റെ മീനിങ്ങും അതിൻ്റെ ഡെഫിനിഷനും, പിന്നെ ഇത് പറയുന്നത് എന്താണ് ബിസിനസ് റിസർച്ച് എന്ന്, അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും സംഭവങ്ങളൊക്കെ, പിന്നെ റിസർച്ച് പ്രോസസ്സും പിന്നെ ടൈപ്സ് ഓഫ് റിസർച്ചും. ഈ 4-5 കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ 1 ബിസിനസ് റിസർച്ച്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് എന്താണെന്ന് പറയാം. എന്താണ് റിസർച്ച്? റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 2 വേർഡ്സ് കൂടി ചേർന്നതാണ് റിസർച്ച്. റീസെർച്ച്, അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വീണ്ടും, ഓർ എഗെയിൻ സെർച്ച്, അതായത് വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഏത്, റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് റിസർച്ച്. അതിൽ റിസർച്ചിൻ്റെ മീനിങ് പറയാം. റിസർച്ച് ക്യാൻ ബി ജനറലി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ പെർട്ടിക്കുലർ പ്രോബ്ലം. അതായത് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. അതായത് 1 by 1 ആയിട്ട് ചിട്ടയോടുകൂടി അല്ലെങ്കിൽ ക്രമാനുഗതമായിട്ട്, അതായത് ഒരു വേ ഉണ്ടായിരിക്കും, സിസ്റ്റമാറ്റിക് വേ ഉണ്ടായിരിക്കും, 1 by 1 ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്. ആണ് സിസ്റ്റമാറ്റിക് മെത്തേഡ്. ഫോർ വാട്ട് പർപ്പസ്? ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ പെർട്ടിക്കുലർ പ്രോബ്ലം. അതായത് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ കൺട്രി ഓർ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് എന്ത് ചെയ്യുക, സൊല്യൂഷൻ കണ്ടെത്തുന്ന പ്രോസസ്സാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ബിസിനസ് റിസർച്ച്. ദെൻ പറയുകയാണെങ്കിൽ റിസർച്ച് റെഫേഴ്സ് ടു എ സെർച്ച് ഫോർ നോളജ് ഓർ ഫാക്ട്സ്. അതായത് റിസർച്ചിൽ മെയിനായിട്ട് സെർച്ച് ചെയ്യുന്നത് എന്താ, നോളജ് ഓർ ഫാക്ട്സ്. നോളജ് അല്ലെങ്കിൽ ഫാക്ട്സ്, അതായത് അറിവിനെ പിന്തുടർന്ന്, അതായത് നിലവിലുള്ള അറിവിനെ പിന്തുടർന്ന് എന്ത് ചെയ്യുക, പുതിയ അറിവ് കണ്ടെത്തുന്ന പ്രോസസ്സാണ് റിസർച്ച്. നിലവിലുള്ള അറിവിനെ കൂടുതലായി കണ്ടെത്തുക, അതിന് ആ കണ്ടെത്തിയ ശേഷം എന്ത് ചെയ്യുക, അതിന് നമ്മുടേതായിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കുക അല്ലെങ്കിൽ സൊല്യൂഷൻ കൊടുക്കുക. അതാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലോട്ട് കടക്കാം. ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു റോബർട്ട് റോസ്, അതായത് റോബർട്ട് റോസ് എന്നുള്ളൊരു വ്യക്തി പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, റിസർച്ച് ഈസ് എസെൻഷ്യലി ആൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് റെക്കോർഡിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് എവിഡൻസ് ഫോർ ദ പർപ്പസ് ഓഫ് ഗെയിനിങ് നോളജ്. റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ എസെൻഷ്യലി ആൻ ഇൻവെസ്റ്റിഗേഷൻ ആണ്, അതായത് ഒരു അന്വേഷണം, അതായത് അറിവ് നേടാനുള്ള, അതായത് പുതിയ അറിവിലേക്ക് എത്താനുള്ള ഒരു അന്വേഷണം, അല്ലെങ്കിൽ അത് സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധന. നിലവിലുള്ള അറിവിനെ എന്ത് ചെയ്യുക, സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് പുതിയ അറിവിലേക്ക് എത്താനുള്ള ഒരു അന്വേഷണം. ആൻഡ് റെക്കോർഡിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് എവിഡൻസ്, അതായത് അയാൾ അത്രയും അന്വേഷണത്തിലും അയാൾ കണ്ടെത്തിയിട്ടുള്ള ഓരോ എവിഡൻസും ഓരോ ഡാറ്റാസും അതെന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യുക. ദെൻ അതിനെ അനലൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ പർപ്പസ് ഓഫ് ഗെയിനിങ് നോളജ്, അതായത് പുതിയ അറിവ് നേടാൻ വേണ്ടിയിട്ട് നിലവിലുള്ള അറിവിനെ എന്ത് ചെയ്യുക, അതിനെ ഉപയോഗിച്ചിട്ട് ഒരു സൂക്ഷ്മമായ അന്വേഷണം നടത്തിയിട്ട് ഇതിനെ റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്തതിൻ്റെ ശേഷം പുതിയ അറിവിനെ കണ്ടെത്തുന്ന പ്രോസസ്സാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സെർച്ച് ആൻഡ് സെർച്ച് അഗെയിൻ, അതായത് സെർച്ച് ചെയ്യുക, വീണ്ടും വീണ്ടും ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത് വരെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഇതാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്,
റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് റിസർച്ചിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച്. ഫസ്റ്റ് ഫീച്ചേഴ്സ്, ഇറ്റ് മീൻസ് ദ ഡിസ്കവറി ഓഫ് ന്യൂ നോളജ്. എന്താ പറഞ്ഞിട്ടുണ്ട്, റിസർച്ച് മീനിങ് പറഞ്ഞ് എക്സിസ്റ്റിംഗ് നോളജിനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ന്യൂ നോളജ്, അതായത് സൊല്യൂഷൻ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ന്യൂ നോളജ്, അതായത് അറിവിനെ പിന്തുടർന്ന് എന്ത് ചെയ്യുക, വീണ്ടും കണ്ടെത്തുക. അതായത് സിമ്പിളായിട്ട് പറയുമെങ്കിൽ നമുക്കറിയുന്ന ഒരു കാര്യത്തിന് അത് ഫർദറായിട്ട് വീണ്ടും എന്തെങ്കിലും കണ്ടെത്തുക. അറിയുന്ന ഒരു കാര്യത്തിനെ വീണ്ടും അതിൻ്റെ ഫർദറായിട്ട് എന്തെങ്കിലും കണ്ടെത്തുന്ന പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നിട്ടുള്ളത്, റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ സെക്കൻഡ് പോയിൻ്റാണ്, ഇറ്റ്സ് എൻ എസെൻഷ്യലി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. എന്താ പറഞ്ഞിട്ടുള്ളത്, എസെൻഷ്യലി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് പുതിയ അറിവിലേക്കുള്ള അല്ലെങ്കിൽ പുതിയ തിയറി ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ പ്രിൻസിപ്പിൾസ് ബിൽഡ് ചെയ്യാൻ അതിനാവശ്യമായിട്ടുള്ള ഒരു അന്വേഷണം, അതായത് പുതിയ തിയറിയിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധന, അതാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ്സ് എൻ എസെൻഷ്യലി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ദെൻ തേർഡ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൊല്യൂഷൻ, അതായത് പെർട്ടിക്കുലർ പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ്, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻ്റൽ എവിഡൻസ്. അതായത് എന്തിനു ബേസ് ചെയ്തിട്ടായിരിക്കും, ഒബ്സർവേഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ എവിഡൻസ്, അതായത് ഡാറ്റ ഓരോ ആൾക്കാരുടെ അടുത്തും പോയിട്ട് എന്ത് ചെയ്യും, കളക്ട് ചെയ്യും, അവരെ ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തുള്ളത്, റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് ഉള്ളത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻ്റൽ എവിഡൻസസ്. പറഞ്ഞിട്ട് ഡിമാൻഡ് അക്യുറേറ്റ് ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻറ്റേഷൻ. അതായത് റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അക്യുറേറ്റ് ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻറ്റേഷൻ. എന്ത് ചെയ്യണം, റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിന് കണ്ടെത്തിയ തിയറി അല്ലെങ്കിൽ അതിന് കണ്ടെത്തിയ പ്രിൻസിപ്പിൾസ് എന്തായിരിക്കണം, അക്യുറേറ്റ് ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻറ്റേഷൻ. അതായത് ഓരോ ആൾക്കാരുടെയും ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കണം, അത് അക്യുറേറ്റ് ഒബ്സർവേഷൻ ആയിരിക്കണം. ഇൻകറക്റ്റ് ഒബ്സർവേഷനൊന്നും പറ്റില്ല, അക്യുറേറ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആയിരിക്കണം. ദെൻ എക്സ്പെരിമെൻറ്റേഷൻ, അതായത് എക്സ്പെരിമെൻറ്റ് ചെയ്തത് വഴി കണ്ടെത്തിയതായിരിക്കും. അതായത് സയൻറ്റിഫിക്കലി പ്രൂവൻ ചെയ്യാൻ എന്തായിരിക്കണം, ആ റിസർച്ച് സയൻറ്റിഫിക്കലി പ്രൂവൻ ചെയ്യാൻ പറ്റിയ ഒരു റിസർച്ച് ആയിരിക്കണം. അതാണ് ഇറ്റ് ഡിമാൻഡ് അക്യുറേറ്റ് ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻറ്റേഷൻ. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ദ കളക്റ്റഡ് ഡാറ്റ ഈസ് യൂസ്ഡ് ഫോർ എ ന്യൂ പർപ്പസ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റിംഗ് തിയറീനെ, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അറിവിനെ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ന്യൂ തിയറീസ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കണം, കളക്റ്റഡ് ഡാറ്റ ഈസ് യൂസ്ഡ് ഫോർ ന്യൂ പർപ്പസ്, അതായത് ന്യൂ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കണം ആ ഡാറ്റ യൂസ് ചെയ്യേണ്ടത്. Then അടുത്ത വന്ന് the researchers try to find out answers for unsolved questions. അതായത് നിലവിലുള്ള സൊസൈറ്റിയിൽ നിലവിലുള്ള അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് ഉത്തരം കണ്ടെത്താത്ത ക്വസ്റ്റ്യൻസിന്, ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നതാണ് എന്ത് റിസർച്ചിൽ മെയിനായിട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ തന്നെ നോക്കുക, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊറോണ എന്ന മഹാമാരി നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അതെന്ത് ചെയ്യുന്നിട്ടുണ്ട്, ആ രോഗത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻ, അവിടുത്തെ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻ എന്താ, കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസ്. ആ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസിനായിട്ട് എന്ത് ചെയ്യുക, മരുന്ന് കണ്ടുപിടിക്കുക, റിസർച്ച് വഴി എന്ത് ചെയ്യുക, അതിന് മരുന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് റിസർച്ചേഴ്സ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ് ഫോർ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസ്. പിന്നെ വന്നിട്ട് ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി റെക്കോർഡഡ് ആൻഡ് റിപ്പോർട്ടഡ്. അതായത് എന്ത് ചെയ്യണം, റിസർച്ച് 1 by 1 ആയിട്ട് ചെയ്യുന്ന ഓരോ പ്രോസസ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, റിസർച്ച് ചെയ്യുന്നത്. റിസർച്ച് പ്രോസസ്സ് ഡീറ്റെയിൽഡ് ആയി പറയാനുണ്ട്. ആ ഓരോ പ്രോസസ്സിനും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിനും കിട്ടുന്ന ഡാറ്റാസും അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഓരോ സംഭവങ്ങളും എന്ത് ചെയ്യണം, കെയർഫുള്ളി റെക്കോർഡഡ് ആൻഡ് റിപ്പോർട്ടഡ്. അതായത് റെക്കോർഡ് ചെയ്തിരിക്കണം, വ്യക്തമായിട്ട് അക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം, അത് റിപ്പോർട്ടും കൂടി ചെയ്തിരിക്കണം. ദെൻ ലാസ്റ്റ് പോയിൻ്റാണ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ചിൽ പറയുന്നത്, പേഷ്യൻസ് ഈസ് റിക്വയർഡ് ഫോർ കണ്ടക്ടിങ് റിസർച്ച്.
ഒരു റിസർച്ച് ചെയ്യുന്ന, അതായത് റിസർച്ച് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് റിസർച്ചർ എന്നാണ് അയാളെ പറയുന്നത്. ആ റിസർച്ചറിൻ്റെ ക്വാളിറ്റീസിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസാണ് പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടായിരിക്കണം, റിസർച്ചർക്ക് പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി അയാൾക്ക് ഉണ്ടായിരിക്കണം. ആ ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, റിസർച്ച് മുന്നോട്ട് പോകില്ല, അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. എന്താ പറയുന്നത്, ചിലപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസ് കണ്ടെത്തിയ ആൻസേഴ്സ് എന്തായിരിക്കും, ചിലപ്പോൾ അത് സൂട്ടബിൾ ആയെന്ന് വരും, ചിലപ്പോൾ അത് സൂട്ടബിൾ അല്ല എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും അത് റിസർച്ച് ചെയ്തിട്ട് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ കണ്ടെത്തുന്നത് വരെ എന്ത് ചെയ്യണം, റിസർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് ചെയ്ത് കണ്ടെത്തി പക്ഷെ അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്യരുത്, വീണ്ടും അതിന് ആൻസേഴ്സ് കണ്ടെത്തുന്നത് വരെ എന്ത് ചെയ്യണം, അത് ചെയ്തുകൊണ്ടിരിക്കണം. അതിനെന്ത് ചെയ്യുക, പേഷ്യൻസ് ഈസ് മസ്റ്റ്, പേഷ്യൻസ് എന്ത് ചെയ്യണം, നിർബന്ധമാണ്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ദെൻ നമുക്ക് അടുത്തതിലോട്ട് കടക്കാം. ഇതുവരെ പറഞ്ഞത് റിസർച്ച് എന്താണ്, റിസർച്ചിൻ്റെ ഫീച്ചേഴ്സുമാണ് പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ബിസിനസ് റിസർച്ച്, അതായത് ബിസിനസ് റിസർച്ചാണ് നമുക്ക് ബിസിനസ് റിസർച്ചിൽ പറയുന്നത് വെച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിസർച്ച് പല ഫീൽഡിലും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചറൽ സെക്ടറിലായിക്കോട്ടെ, മെഡിക്കൽ സെക്ടറിലായിക്കോട്ടെ, സൈക്കോളജിക്കൽ റിസർച്ച്, ഇങ്ങനെ പല സെക്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബിസിനസ് സെക്ടറിൽ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചിനെ പറയുന്ന പേരാണിത് ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബിസിനസ് റിസർച്ചിൻ്റെ മീനിങ് നോക്കാം. Business research is any type of research used to identify investment opportunities or start of a business or succeeding improvements. അതായത് ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് റിസർച്ച് ബിസിനസ് ഓർഗനൈസേഷനിൽ മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ ഫോർ ദ പർപ്പസ് ഓഫ് ഐഡൻറ്റിഫൈ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഏതൊക്കെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര റിട്ടേൺ കിട്ടും, റിസ്ക് എത്ര സഫർ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് ഓഫ് എ ബിസിനസ്, അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, റിസർച്ച് കണ്ടക്ട് ചെയ്യുക. ഏത് ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യണം, ഏതൊക്കെ ലൊക്കാലിറ്റിയിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അവിടെ എത്ര മാർക്കറ്റിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കും, ആ ഏരിയയിൽ മോഡേൺ ടെക്നോളജിയാണോ ഇൻഡിജീനിയസ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടോ, ഇമ്പോർട്ടഡ് ഗുഡ്സ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ, എക്സ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ, റോ മെറ്റീരിയൽസ് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഒക്കെ നോക്കി റിസർച്ച് കണ്ടക്ട് ചെയ്യുക. അതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, റിസർച്ച് കണ്ടക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓർ സക്സീഡിങ് ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് എന്ത് ചെയ്യണം, ബിസിനസ് ഇപ്പോൾ ഒന്ന് റിന്യൂവേറ്റ് ചെയ്യാൻ വിചാരിക്കുക ആ ഓണർ, അപ്പോൾ എന്ത് ചെയ്യുക, അതിനൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യണം, അത് ആപ്ലിക്കബിൾ ആണോ, അത് സ്വെറ്റബിൾ ആണോ റിനോവേറ്റ് ചെയ്യാൻ എന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. റിസർച്ച് ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ബിസിനസ് റിസർച്ച് മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓർ സ്റ്റാർട്ട് ഓഫ് എ ബിസിനസ് ഓർ സക്സീഡിങ് ഇമ്പ്രൂവ്മെൻറ്റ്, ഈ 3 കാര്യത്തിനാണ് ബിസിനസ് റിസർച്ച് മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ബിസിനസ് റിസർച്ചിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാം. അക്കോർഡിംഗ് ടു MC Daniel and Case, business research is the planning, collection and analysis of data relevant to business decision making and communication the result of this analysis to management. അതായത് ബിസിനസ് റിസർച്ച് ഇസ് ദ പ്ലാനിങ്, കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ, അതായത് ബിസിനസ് ഓർഗനൈസേഷനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റേനെ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക, കളക്ട് ചെയ്യുക, അനാലിസിസ് ചെയ്യുക. റെലവൻറ്റ് ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്, അതായത് ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഓരോ ഡാറ്റയും എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക, അറേഞ്ച് ചെയ്യുക, കളക്ട് ചെയ്യുക, അനാലിസിസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, അത് അനലൈസ് ചെയ്തതിന് ശേഷം ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും, ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ആ കൺക്ലൂഷന് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് എന്ത് ചെയ്യുക, ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മാനേജേഴ്സ്, അതായത് ഓർഗനൈസേഷനകത്തുള്ള അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് ആ കണ്ടെത്തിയ സൊല്യൂഷൻ അല്ലെങ്കിൽ കൺക്ലൂഷൻ അല്ലെങ്കിൽ റിപ്പോർട്ട് എന്ത് ചെയ്യുക, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്.
അതായത് ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസിനെ പ്ലാൻ ചെയ്യുക, കളക്ട് ചെയ്യുക, അനാലിസിസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൺക്ലൂഷൻ കണ്ടെത്തി അല്ലെങ്കിൽ റിപ്പോർട്ട് കണ്ടെത്തിയതിന് ശേഷം ആ കൺക്ലൂഷൻ എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റിന്, അതായത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണിത് ബിസിനസ് റിസർച്ച് എന്ന്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ബിസിനസ് റിസർച്ച് എന്താണെന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ചാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ്സ്. അതായത് റിസർച്ച് പറയുമ്പോൾ തന്നെ പറഞ്ഞ എന്താ, ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ പെർട്ടിക്കുലർ പ്രോബ്ലം. അവിടെ പറഞ്ഞ സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. അതായത് വൺ ബൈ വൺ ആയിട്ട് ചിട്ടയോടുകൂടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ്സ്, അതായത് മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താ, അതായത് ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ്, അതായത് ആ ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അനലൈസ് ചെയ്യുക. പിന്നെ ആ അനലൈസ് ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, റിപ്പോർട്ട് മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യാം. അതാണ് സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ്സ്. അതായത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, സിസ്റ്റമാറ്റിക്കും ആയിരിക്കും. ദെൻ രണ്ടാമത്തെ ഫീച്ചേഴ്സ്, ബിസിനസ് റിസർച്ച് ഹാസ് എ ക്ലിയർ ഒബ്ജക്റ്റീവ് പർപ്പസ്. എന്താ, ബിസിനസ് റിസർച്ചിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും ആ ബിസിനസ് റിസർച്ചിന്. അതിൻ്റെ ബിസിനസ് റിസർച്ചിൻ്റെ എന്തായിരിക്കണം, അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ അവിടുത്തെ ആ ഓർഗനൈസേഷനിലെ പ്രോബ്ലത്തിന് എന്ത് ചെയ്യുക, സൊല്യൂഷൻ കണ്ടെത്തുക. ഇതാണ് ഇതിൻ്റെ എന്ത് ചെയ്യുക, മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ. ആ ബിസിനസ് റിസർച്ചിൻ്റെ പർപ്പസിന് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓരോ റിസർച്ചിൻ്റെയും ഡെപ്ത് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അതായത് ബിസിനസ് റിസർച്ചിൻ്റെ പ്രോബ്ലം വലുതാണെങ്കിൽ എന്ത് ചെയ്യും, റിസർച്ചിൻ്റെ ഡെപ്ത് ആയോ എന്തായിരിക്കും, വലുതായിരിക്കും. അതാണ് പറഞ്ഞത് ബിസിനസ് റിസർച്ച് ഹാസ് എ ക്ലിയർ ഒബ്ജക്റ്റീവ് പർപ്പസ്.
മൂന്നാമത്തെ പോയിന്റ് വന്നിട്ട് ബിസിനസ് റിസർച്ച് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി. അതായത് ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ എന്താ ചെയ്യുക, ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡിസിപ്ലിൻസ് കൂടിച്ചേർന്നതാണ്. ഫോർ എക്സാമ്പിൾ ബിസിനസ് എന്തൊക്കെ ഉണ്ടായിരിക്കും, മാനേജ്മെൻറ്റിൽ എന്തുണ്ടായിരിക്കും, മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കും, സൈക്കോളജി, സോഷ്യോളജി, ഫിസിക്സ്, എക്കണോമിക്സ് എക്സെട്ര എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ത്, ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ എല്ലാ ഡിസിപ്ലിൻസോട്ടും മിക്കവാറും എല്ലാ ഡിസിപ്ലിൻസും എന്ത് ചെയ്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ ഈ റിസർച്ചിലും എന്തായിരിക്കും, മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കും. അതായത് യു ക്യാൻ സേ ദാറ്റ് ബിസിനസ് റിസർച്ച് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. അതായത് റിസർച്ചിൽ എന്തായിരിക്കും, നമ്പർ ഓഫ്, അതായത് ബിസിനസ് റിസർച്ച് ആയതുകൊണ്ട് ബിസിനസ്സിൽ നമ്പർ ഓഫ് ഡിസിപ്ലിൻസ് ഉണ്ടായിരിക്കും. അതായത് എക്സാമ്പിൾ മാത്തമാറ്റിക്സ്, സൈക്കോളജി, എക്കണോമിക്സ്, സോഷ്യോളജി, ഫിസിക്സ്. അപ്പോൾ എന്ത് ചെയ്യാം, ബിസിനസ് റിസർച്ചും എന്ത് ചെയ്യുക, മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറയാം. The next point covers all the region in which the business operates locally and internationally. എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ റീജിയനേഴ്സും, അതായത് ഓരോ റീജിയനേഴ്സും, അതായത് പറയുന്നത് ലോക്കലി ആയിക്കോട്ടെ ഇൻ്റർനാഷണലി ആയിക്കോട്ടെ എല്ലാ റീജിയൻസിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ് റിസർച്ച് കവർ ചെയ്യുന്നുണ്ട്. അടുത്ത പറയുന്നുണ്ടെങ്കിൽ ജഡ്ജിങ് ലോക്കൽ പ്രോബ്ലംസ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. അതായത് എൻവയോൺമെൻറ്റ്, അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒരു ഏരിയയിലായിരിക്കും. ആ ഏരിയയുടെ ലോക്കലായിട്ടുള്ള എൻവയോൺമെൻറ്റിനെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ജഡ്ജ് ചെയ്യുന്നുണ്ട്. ആ എൻവയോൺമെൻറ്റിൽ ആ ബിസിനസ് തുടങ്ങുന്നത് വഴി എന്തെങ്കിലും ഹസാർഡ്സ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൊല്യൂഷൻസ് ഉണ്ടാവുമോ, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക, അതിൻ്റെ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെൻറ്റിനെ കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജഡ്ജ് ചെയ്യുന്നുണ്ട്. സോ ജഡ്ജിങ് ദ ലോക്കൽ പ്രോബ്ലംസ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. അടുത്ത നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് അക്യുറേറ്റ്ലി ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓർ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബിസിനസ്. അതായത് എന്തുണ്ട്, ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ആ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഒരു കോസ്റ്റ്, അതായത് ആ ബിസിനസ് തുടങ്ങാനും ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും എത്ര കോസ്റ്റ് വേണം, അതിന് എത്രത്തോളം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് എന്ത് ചെയ്യുക, കറക്റ്റ് അക്യുറേറ്റ്ലി ആയിട്ട് എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന വഴി. അതാണ് അക്യുറേറ്റ്ലി ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓർ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബിസിനസ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുള്ളത് ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് എന്ത് ചെയ്യുക, ഈ റിസർച്ചിന് അവിടെ പറഞ്ഞ് പേഷ്യൻസ് ഈസ് റിക്വയേർഡ്. അതുപോലെ തന്നെ ഒരു റിസർച്ചിന് ആ കണ്ടെത്തിയ സൊല്യൂഷൻ എന്തല്ല സ്യൂറ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും വേറെ സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ എന്ത് ചെയ്തിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം, മാറ്റങ്ങൾക്ക് വിധേയമാകാൻ പറ്റുന്നതായിരിക്കണം എന്ത്, ഈ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓർ മോർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബിസിനസ് റിസർച്ചാണ്. അതായത് നല്ലൊരു ബിസിനസ് റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് ചെയ്യുക, ഫ്ലെക്സിബിലിറ്റി. അതായത് എപ്പോഴും ചേഞ്ച് വരുത്താൻ പറ്റുന്നതായിരിക്കണം എന്ന് പറഞ്ഞത്. ദെൻ അടുത്ത പോയിന്റ് ദ യൂസ് ഓഫ് ദ ഇൻ്റർനെറ്റ്. യൂസ് ഓഫ് ദ ഇൻ്റർനെറ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ ബിസിനസ് റിസർച്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനെറ്റ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ്റർനെറ്റ്, അതായത് നല്ലൊരു ബിസിനസ് റിസർച്ച് ആണെങ്കിൽ എന്തുണ്ടായിരിക്കും, അതിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത്, ഇൻ്റർനെറ്റ് വേൾഡ് വൈഡ് വെബാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യാം, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് വഴി എന്ത് പ്രോഡക്ട്സും കോമ്പറ്റീറ്റേഴ്സും, ആ ബിസിനസ്സിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെയും പ്രോഡക്ട്സിനെയും ബിസിനസ് ഫീൽഡും അവിടുത്തെ കസ്റ്റമേഴ്സിനെയും ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഓരോ ഇൻഫർമേഷനും ഓരോ ഡാറ്റയും ഇൻ്റർനെറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് ഇൻ്റർനെറ്റ്. നെക്സ്റ്റ് പോയിന്റ് വന്നിട്ടുള്ളത് ബിസിനസ് റിസർച്ച് ഈസ് ഓൾവേസ് ഫോക്കസ്ഡ് ഓൺ ഡിമാൻഡ്. അതായത് ഡിമാൻഡ്, ബിസിനസ് റിസർച്ച് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ഡിമാൻഡാണ്. അതായത് കസ്റ്റമേഴ്സ് എങ്ങനെ പ്രൊഡക്റ്റിനെ ഡിമാൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് എത്രത്തോളം പ്രൊഡക്റ്റ്
ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? സപ്ലൈ കൂടും. ഡിമാൻഡ് കുറയുമ്പോൾ സപ്ലൈ കുറയും. അതേപോലെ ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രൈസ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും? പ്രൈസ് പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് കുറയും. അതായത് കമ്പനി പ്രോഡക്റ്റിന് ഹൈ പ്രൈസാണ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് ഡിമാൻഡ് കുറക്കും. അല്ലെങ്കിൽ പ്രൈസ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് ഡിമാൻഡ് കൂട്ടും. അങ്ങനെ ഓരോ ഡിമാൻഡിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ് റിസർച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സ് ഡിമാൻഡ്. And business research is always focused on demand. These are the features of business research.